സ്കൂളുകൾ അടച്ചു, വെക്കേഷൻ ആരംഭിക്കുകയാണ്. രക്ഷിതാക്കളുടെ മുന്നിൽ വലിയ ആധിയും ആശങ്കയുമാണ് ഈ സമയത്ത് വരുന്നത്. കൂടുതൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നതാണ് വസ്തുത. കാരണം ഈ അവധിക്കാല ഒഴിവു സമയത്തെ വേണ്ടതുപോലെ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്താൻ കൃത്യമായൊരു പ്ലാനിംഗ് ആണ് പ്രഥമമായി നമുക്കാവശ്യമുള്ളത്. 10 മാസക്കാലത്തോളം കുട്ടികൾ പഠന പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെട്ടത്. ഇനി 2 മാസക്കാലത്തേക്ക് പാഠ്യേതര പ്രവർത്തനങ്ങളിലും നൈസർഗികമായ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിലും നമ്മൾ ശ്രദ്ധ ചെലുത്തുകയെന്നത് പ്രധാനമാണ്. ഒഴിവു സമയം ചെറിയവരാണെങ്കിലും വലിയവരാണെങ്കിലും വഴിപിഴക്കാൻ ഏറെ സാധ്യതയുള്ള ഘട്ടങ്ങളും നേരങ്ങളുമാണ്. അവിടെ നമുക്ക് കൃത്യമായൊരു ലക്ഷ്യവും പ്ലാനിങ്ങും ടൈം ടേബിളും ഇല്ലെങ്കിൽ ആ ടൈം ടേബിളിലേക്ക് കുട്ടികൾക്ക് വേണ്ട പ്രവർത്തനങ്ങൾ, മണ്ണിലിറങ്ങാനുള്ള അവസരങ്ങൾ, സാമൂഹിക ഇടപെടലുകൾ, കുട്ടികൾക്ക് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങൾ തുടങ്ങി കൃത്യമായ ഒരു ആസൂത്രണം നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്ന പക്ഷം ഈ 2 മാസ അവധിക്കാലത്തെ കൂടുതൽ ചാബല്യങ്ങളിലേക്ക് പോകാതെ കുട്ടികളെ വഴിനടത്താൻ പേരൻസ് എന്ന നിലക്ക് നമുക്ക് സാധിക്കും. എങ്ങനെ ഷെഡ്യൂൾ ചെയ്യാം, ടൈം ടേബിൾ സെറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം.